ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്ക് പറഞ്ഞു തരട്ടെ. സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. അതായത് മുന്നേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ എനിക്കൊരു വർഷമൊക്കെ ആയിട്ട് മുടി കൊഴിച്ചിലൊന്നും ഇല്ലായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഈ ഡിസംബർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നല്ല രീതിക്ക് മുടി കൊഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ തല അങ്ങോട്ട് ചീകുമ്പോൾ തന്നെ ഒരു 15-20 മുടി കൂടുതൽ അങ്ങ് പോവുക. നമുക്കറിയാലോ, മുടി കൊഴിച്ചിൽ വരുമ്പോൾ നമുക്ക് നല്ലപോലെ ടെൻഷനാവും. നമുക്ക് ടെൻഷനോട് ആകുമ്പോൾ പിന്നെ പറയണ്ട. അങ്ങനെ അന്നേരമാണ് ഞാൻ വിചാരിച്ചു ഈ പാക്കിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ട്. അപ്പോൾ നമ്മൾ തലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയാണ് ഈ പാക്കിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഞാനിത് തലയിലിട്ടു. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. അപ്പം 3 ദിവസത്തിന് മുന്നെയാണ് ഇത് ചെയ്തത്. ഇന്നായപ്പോഴത്തേക്ക് ഞാൻ മുടി ചെയ്യുമ്പോൾ ഒരു 3-4 അല്ലെങ്കിൽ അത്രയും മുടിയേ ഉള്ളൂ കൊഴിയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. മുടി കൊഴിച്ചിലുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങയിലയാണ് സാധനം. അതായത് ഞാൻ പറഞ്ഞില്ലേ, മുരിങ്ങയില എന്ന് പറയുന്നത് ഒരുപാട് ഗുണമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു പിടി മുരിങ്ങയില ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ പിച്ചി എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. നല്ലപോലെ അരയണം കേട്ടോ. അരഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പം നല്ലപോലെ അരച്ചെടുക്കുക. ഈ അരച്ചെടുത്തതിലേക്ക് 2 വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് കൂടെ പൊടിച്ചൊഴിക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കണം. തലയിൽ തേക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഓയിലാണോ തലയിൽ തേക്കുന്നത് ആ ഓയിൽ ആദ്യം കുറച്ചൊന്ന് തലയിൽ തേച്ചിട്ട് ഈ പാക്ക് ഇടുക. ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇട്ടേക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ നിങ്ങൾക്ക് താളിയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ടോ കഴുകിക്കളയാം. ഉറപ്പായിട്ട് ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കാൻ മറക്കരുത്, ഉറപ്പായിട്ട് ഉപയോഗിക്കണം. അതുപോലെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒരിക്കലും ചിലരുണ്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് തല കഴുകുന്നവരുണ്ട്. അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. തലയിൽ സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല, ഉപയോഗിക്കരുത്. ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക, ഉറപ്പായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതൊന്നും ചെയ്ത് നോക്കി, ഈ ഒരു പാക്ക് ഇട്ട് നോക്കി. ആഴ്ചയിൽ ഒരു 2 ദിവസം നിങ്ങൾ ഇട്ടാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ എത്ര വലിയ മുടി കൊഴിച്ചിലാണെന്ന് പറഞ്ഞാലും മാറിയിരിക്കും, ഉറപ്പാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, അത്രയ്ക്ക് റിസൾട്ടുള്ള സംഭവമാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.